നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചാരവശാലുള്ള ശനിയുടെ മാറ്റമാണ് ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ആകമാനം ശനി രാജയോഗം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അതിൽ അർദ്ധസത്യം മാത്രമാണ് ഉള്ളത്. കാരണം ചാരവശാലുള്ളതായിരിക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ മാറ്റം താൽക്കാലികമാണ്. അത് രാജയോഗപ്രദമായി വരണമെങ്കിൽ ജാതകവശാലുള്ള ഫലവും ചാരവശാലുള്ള ഫലവും ഒത്തുവരേണ്ടതുണ്ട്. കേവലം ചാരവശാലുള്ള മാറ്റം കൊണ്ട് മാത്രം അങ്ങനെ പറയാൻ സാധ്യമല്ല. 12 രാശിക്കാർക്കും ശനി പല രീതിയിലാണ് ഗുണം ചെയ്യാൻ പോകുന്നത്, അഥവാ ദോഷം ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ രാശിക്കാരായ മേടക്കൂറുകാർക്ക് ശനി 12ാം ഭാവത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. അതേസമയം അതിൻ്റെ തൊട്ടടുത്ത രാശിയായ 12ാം ഭാവരാശിക്കാർക്ക് ശനി ജന്മത്തിലോട്ട് വരികയാണ്. ഈ 2 രാശിക്കാർക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം 12ാം ഭാവത്തിലോട്ട് ശനി വരുമ്പോൾ ഉള്ളതായിരിക്കുന്ന ഫലത്തോടു വളരെയധികം സാമ്യമുണ്ട് ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ. ദ്വാദശഷ്ടമ ജന്മസ്ഥ ശനിർക്കങ്കാരക ഗുരു കുർവന്തി പ്രാണസന്ദേഹം സ്ഥാനനാശം ധനക്ഷയം എന്നാണ്. അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദോഷമാണ് വരാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ രാശിയായ ഇടവക്കൂറുകാർക്കാണ് ഏതാണ്ട് കാലം അനുകൂലമായി നിൽക്കുന്നത്. ഇടവക്കൂറുകാർക്കാണ്, ഇടവലഗ്നക്കാർക്കല്ല. അത് കാർത്തിക, രോഹിണി, മകേരം. കാർത്തികക്കാലും രോഹിണിയും മകേരത്തിലരയും വരുന്ന നക്ഷത്രക്കാർക്ക്, ഇടവക്കൂറിൽപ്പെട്ടവർക്ക് ശനി 11ലും വ്യാഴം ജന്മരാശിയിലാണ്. അവിടെ ശനി 11ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നത് ദോഷം തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞു. ആ പറഞ്ഞ ശ്ലോകപ്രകാരം വ്യാഴം ജന്മരാശി നിൽക്കുന്നത് ദോഷമാണ്. 3ാം ഭാവരാശിക്കാര മിഥുനക്കാർക്ക് മകേരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ശനി 10ാം ഭാവത്തിലാണ്. കണ്ടക ശനി വരുന്നു. കർമ്മത്തിലേക്ക് കർമ്മമാണ് ഏറ്റവും പ്രധാനമായ ഭാവം. കർമ്മത്തിലാണ് അവരുടെ എഫക്റ്റ് വരാൻ പോകുന്നത്. ഇനി 4ാമത്തെ രാശി കർക്കടം രാശിക്കാർക്ക് ശനി 9ാം ഭാവരാശിയിലാണ്. അവർക്ക് ശനി അനുകൂലമാണ്. ത്രികോണ രാശിയിൽ ശനി വരുന്നത്, വ്യാഴത്തിൻ്റെ രാശിയിൽ ശനി വരുന്നത് കർക്കടം രാശിക്കാർക്ക് അനുകൂലമാണ്. അത് കഴിഞ്ഞ് ചിങ്ങക്കൂറുകാർക്ക് കണ്ടക ശനി ഒഴിഞ്ഞ് അഷ്ടമ ശനിയിലോട്ട് പോകുന്നു. അതും സാമാന്യേന ദോഷം തന്നെയാണ്. അഷ്ടമേ അതിദരിദ്ര എന്നാണ്. അത് കഴിഞ്ഞ് വീണ്ടും കന്നിക്കൂറിലേക്ക് വരുമ്പോഴത്തേക്കും കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7ാം ഭാവത്തിലാണ്. മംഗല്യ തടസ്സം, സാമ്പത്തിക പ്രയാസം. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുലാം രാശിയിലോട്ട് വരുമ്പോഴത്തേക്കും ശനി 6ാം ഭാവത്തിലോട്ട് പോകുന്നു. അവരെ സംബന്ധിച്ച് വലിയ ദോഷങ്ങളില്ല. എന്നാൽ രാജയോഗപ്രദമായ അവസ്ഥയിൽ നിന്ന് ശനി 6ാം ഭാവത്തിലോട്ട് മാറി എന്നർത്ഥം. എങ്കിലും 6ലും ശനി അവർക്ക് ഗുണം തന്നെയാണ് ചെയ്യുന്നത് തുലാം രാശിക്കാർക്ക്. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. വ്യാഴത്തിന് അഷ്ടമസ്ഥിതിയാണ്. വൃശ്ചികക്കൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. വിശാഖം, അനിഴം, തൃക്കേട്ടക അവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം വരാൻ പോകുന്നത്. കാരണം കണ്ടകശനി ഒഴികെ മാത്രമല്ല, ശനി 5ാം ഭാവത്തിലോട്ട് മാറുകയും ചെയ്യുന്നു. 5ാം ഭാവത്തിലോട്ട് മീനം രാശിയിലോട്ടാണ് മാറുന്നത്. അത് നൃപതി സദൃശോ എന്നൊരു നിയമമുണ്ട്. ഒട്ടൊക്കെ ഗുണം ചെയ്യും എന്നുവെച്ചാൽ ഒരു എൻട്രി കിട്ടും. നമുക്ക് ഭാവിയിലോട്ടുള്ള ഒരു എൻട്രി കിട്ടും. അവിടെ രാജയോഗം കിട്ടുമെന്നല്ല, ഒരു എൻട്രി കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ധനുക്കൂറിലേക്ക് വരുമ്പോഴത്തേക്കും, ധനുരാശിയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് കണ്ടകശനിയാണ്. 4ാം ഭാവത്തിലോട്ടാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വാഹനാപകടങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവരാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മകരം രാശിയിലോട്ട് പോകുമ്പോൾ മകരത്തിൻ്റെ 3-ലോട്ട് ശനി വരുന്നു. അവർക്ക്
ഏറ്റവും ഗുണപ്രദമാണ്. കാരണം വ്യാഴം 5-ലും ശനി 3-ലും വരുന്നു. അപ്പം മകരക്കൂറുകാർക്ക് ഏറ്റവും ഗുണപ്രദമായ സമയമാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുംഭൻ രാശിയിലോട്ട് പോകുമ്പോഴത്തേക്കും ശനി 2-ാം ഭാവത്തിലോട്ട് നിൽക്കുന്നു. എങ്കിലും കുംഭക്കൂറുകാരുടെ ജന്മരാശിയിൽ നിന്ന് ശനി ഒഴിഞ്ഞ് അത് 2-ാം ഭാവത്തിലോട്ട് മാറി എന്നർത്ഥം. വലിയ ദോഷങ്ങളൊക്കെ മാറി ഒരു ശാന്തത വരേണ്ട സമയമാണെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവും. ഇതാണ് പൊതുവെയുള്ള ഫലം. ഇവിടെ പൂർണ്ണമായ രാജയോഗ ഫലം ശനി നൽകുന്നില്ല. പൂർണ്ണമായ രാജയോഗ ഫലം ശനി നൽകണമെങ്കിൽ ദശാഫലവും ചാരവശാലുള്ള ഫലവും ഒത്തുവരണം. എങ്കിലേ അത് രാജയോഗം എന്ന് പറയാൻ പറ്റുള്ളൂ. രാജയോഗം പല രീതിയിലുണ്ട്. പല ഗ്രഹങ്ങളും രാജയോഗം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷേ ശനിയുടെ ഒരു പ്രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും പാവനാണ് ശനി. പക്ഷേ ഏറ്റവും ഫലം തരാൻ കഴിവുള്ള ഗ്രഹം കൂടിയാണ്. മന്ത്രി ശനി എന്നൊരു നിയമമുണ്ട്. ശനി ഉച്ചസ്ഥനായാൽ മന്ത്രിയാവും എന്ന് പറഞ്ഞാൽ സ്ഥാനമഹിമയുണ്ടാവും, അംഗീകാരം ഉണ്ടാവും എന്നർത്ഥം. കാരണം ഏറ്റവും പ്രയാസമുള്ളത് ശനിപ്രീതി കിട്ടാനാണ്. ധർമ്മശാസ്താവിനെ അഭയം പ്രാപിക്കുന്നവർക്ക് ശനിയുടെ ദോഷങ്ങൾ താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക, രക്ഷാചിന്ത, യോഗചിന്ത ഒന്നും വേണ്ട. കാലമാറ്റമാണ്. ഒരു ഭാഗത്ത് ഒരു ഗ്രഹം അനുകൂലമാകും, മറുഭാഗത്ത് വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം അനുകൂലമല്ലെങ്കിൽ അതും പ്രശ്നമാകും. എങ്കിലും സാമാന്യേന ദുരിതങ്ങളിൽ നിന്ന് ഒട്ടൊക്കെ എന്നല്ല ഏറെക്കുറെ പരിഹാരങ്ങളുണ്ടാവും പല രാശിക്കാർക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.